ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി 57-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഒരു ഭക്തനായ മനുഷ്യൻ താൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ തൻ്റെ ജീവിതത്തെ വേട്ടയാടുന്ന പ്രബല ശക്തികളുടെ മുൻപിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ധൈര്യവും ഉറപ്പും വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 57-ാം സങ്കീർത്തനം. ഇത് ചമച്ചത് ദാവീദാണെന്നും ശൗലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ചമച്ചതാണെന്നും ഈ സങ്കീർത്തന പുസ്തകത്തിന്റെ തലക്കെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യ മനസ്സുകളിൽ എപ്പോഴും ഉയരുന്നൊരു ചോദ്യമാണ്, ഒന്നിനു പുറകെ ഒന്നായി നേരിടുന്ന ആപത്തുകളിൽ നിന്ന് എങ്ങനെ വിടുവിക്കപ്പെടാം? ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രതിബന്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം സംസാരിക്കുക. ശത്രു പ്രബലനായതുകൊണ്ടോ എതിരാളിയുടെ കരുത്ത് വർദ്ധിച്ചത് കൊണ്ടോ ഒരു ദൈവവൈദ്യന്റെ മനസ്സിൽ ചഞ്ചലമുണ്ടാകരുത്. അവൻ പറയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ശരണം പ്രാപിക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ആ വാക്യം ഞാൻ മുഴുവനായി ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം, അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. അപ്പൊ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക, എന്റെ ജീവിതത്തെ തീർക്കുവാൻ വെളിപ്പെട്ടിരിക്കുന്ന ഈ ആപത്ത് ഒഴിഞ്ഞു പോയാലേ പറ്റൂ. അതെങ്ങനെ ഒഴിഞ്ഞു പോകുന്നത്? ഞാൻ അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുകയാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, നിനക്ക് ശരണപ്പെടാനൊരു സ്ഥലമുണ്ട്, ചെന്നൊളിക്കുവാനൊരു സ്ഥലമുണ്ട്. നമുക്കൊന്നിച്ചു പറയാം, എന്താണ് ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നത്? എന്തൊക്കെയോ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോകുകയാണ്. നിന്റെ ലൈഫിനെ തച്ചുടച്ച് മാറുമെന്ന് വാദിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്നും നീ ദൈവത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നിനക്ക് മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ, രക്തത്തിന്റെ അടയാളം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ സംഹാര ശക്തികൾ ഇന്ന് രാത്രി മിസ്രയീമിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ നിന്റെ വീടിനെ കാണുമ്പോൾ ഒഴിഞ്ഞു പോകും. 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുൻപിൽ സകല അന്ധകാര ശക്തികളും ഒഴിഞ്ഞു പോകും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ നിനക്കെതിരെ വരുന്ന ചില പദ്ധതികൾ ഒഴിഞ്ഞു പോകും, ആപത്തുകൾ ഒഴിഞ്ഞു പോകും, ആയുധങ്ങൾ ഒഴിഞ്ഞു പോകും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ചെന്നൊളിക്കാനൊരു സ്ഥലമുണ്ടെന്നും ദൈവത്തിന് സ്തോത്രം. ആ ഞങ്ങൾ ഒളിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഭദ്രമായിരിക്കുമെന്നും ആപത്തുകൾ ഒഴിഞ്ഞു പോകുമെന്നും ഞങ്ങൾ കേട്ടല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിൽ നമുക്ക് ശരണം പ്രാപിക്കാം. ദൈവം കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.